ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൃത്യം ഒരു വർഷം മുമ്പ് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഒരു കല്യാണ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അതിൽ നമ്മളെ കുടുംബക്കാർ മൊത്തം അഭിനയിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു പാർട്ട് 3 വീഡിയോ ആണ്. ഇതിനു മുമ്പേ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. അവിടുന്ന് പെട്ടെന്ന് തോന്നിയ ഒരു സ്പാർക്കിൽ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകൾ ഇതിലുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ നമ്മൾ ഏകദേശം ഉപേക്ഷിച്ചതായിരുന്നു. കാരണം അതിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം അതിന്റെ ക്ലൈമാക്സ് സീൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുടുംബക്കാരുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം നമ്മളിത് പബ്ലിഷ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് അഭിപ്രായം പറയാം. മോലാളി ഇവിടെ എങ്ങാതെ അവന്റെ വീട് വരുന്നേട്ടാ. അതെയാ, അങ്ങനെ നീ ഒന്ന് വിളിച്ചു നോക്കടാ. എന്നിട്ട് ലൊക്കേഷൻ ആക്കാൻ വേണ്ടി പറ. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. റിങ് അടിക്കുന്നുണ്ട്, ഓൻ ഫോൺ എടുക്കുന്നില്ല. ഓൻ തിരക്കിലായിരിക്കടാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ആരോടെങ്കിലും ചോദിക്കാം. ചോദിച്ചു നോക്കാം അല്ലേ. ഇതാ ഇവിടെ ഒരാളെ കാണുന്നുണ്ടല്ലോ. ബ്രോ, ഇവിടെ അടുത്തൊരു മിഥുൻ എന്ന് പറഞ്ഞ ഒരു കല്യാണം ഉണ്ട്. അവിടെ വീട് എവിടെ അറിയോ? ഇതിന്റെ അല്ലേ? നേരെ പോയിട്ട് റൈറ്റ് എടുത്താ ഒരു കുന്നുണ്ട്. കുന്ന് കയറുമ്പോ കാണുന്ന വീടാ. കുന്ന് കാണുന്നല്ലേ? ഓക്കെ, താങ്ക് യു. മോലാളി, മോലൊക്കെ അറിയും മിഥുനാ. അവനെന്റെ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞു. അതെയാ, 8ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഓന് ഗുജറാത്തിലേക്ക് പോയി. അവന്റെ അച്ഛന് ട്രാൻസ്ഫർ ആയിട്ട്. അതിനുശേഷം പിന്നെ ഒരു ബന്ധുവില്ല. ഇപ്പൊ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. എടാ, ഓൻ നിന്നല്ലേ കല്യാണത്തിന് വിളിച്ചിട്ടു, എന്നെ വിളിച്ചിട്ടൊന്നും ഇല്ലാടാ. ഞാൻ വരുന്നോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഓൻ നമ്മളെ ക്ലോസ് ഫ്രണ്ടാന്ന്. വേണ്ടിക്ക് നമ്മളെ 2 ബംഗാളിനും കൂട്ടാഞ്ഞു. അതെല്ലേ? നല്ല ബിരിയാണി വെറുതെ ആണാ. മോലാളി, ആ റൈറ്റ് എടുക്ക്. ആ മറ്റേ ചെങ്ങായി പറഞ്ഞ പോലെ ആ റൈറ്റ് എടുക്കുമ്പോൾ കറക്റ്റ് പോവാ. മോലാളി അതന്നെ ഒന്നും വീടട്ടാ. പന്തെല്ലാം കാണുന്നുണ്ട്. എന്നാ പിന്നെ നമുക്കവിടെ വണ്ടി വെക്കാല്ലേ? മിഥുന്റെ വീടല്ലേ? അതെ. മിഥുനില്ലേ? മിഥുൻ വീഡിയോ ഷൂട്ടായി പുറത്തു വെച്ചല്ലേ. നിങ്ങളവിടെ ഇരിക്കും, അവൻ ഇപ്പം വരും. ഇത് ഫോട്ടോഷൂട്ടിന് പറ്റിയില്ലത്. അപ്പൊ എന്തായാലും ലേറ്റ് ആവെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ഞാൻ അമ്മയിലൊന്ന് കണ്ടിട്ട് ഞാൻ പോയി. ആന്റി, മിഥുന്റെ അമ്മ ഏതാ? ചേച്ചി, എന്തിനാ വിളിച്ചത്? അമ്മക്ക് എന്നെ ഓർമ്മയുണ്ടാ? ഞാൻ പണ്ട് മിഥുന്റെ പേര് സ്കൂളിൽ പഠിച്ചാ. ഓ അതെ അല്ലേ? അപ്പൊ ഫോട്ടോഷൂട്ടിന് പോയിട്ടില്ല മോനെ. മോനാടെ ഇരിക്കട്ടാ. ശരി അമ്മേ, എന്നാ ഞാൻ പുറത്തിരിക്കാം. അവൻ വരട്ടെ. ആന്റി, മോലാളി ഞാൻ നോക്കിയേ, എന്താ ഓളല്ലേ? അതേലോ, ഓൺ എങ്ങനെ ഇവിടെ വന്നേ? എടാ, ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ. നിങ്ങളെന്താ ഇവിടെ? മിഥുൻ എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. മേഡന്തി ഇവിടെ? എന്റെയും ക്ലോസ് ഫ്രണ്ടാണ് മിഥു. മതിയാ, ക്ലോസ് ഫ്രണ്ട് അതല്ലേ? കാണാം. ആയിക്കോട്ടെ. ഹായ്, ചോറിനുണ്ടോ? കുക്കുടു, നിങ്ങളെ പേരെന്താ? പോടാ. നിന്റെ ചങ്ങായി ഇപ്പം അങ്ങോട്ടും വരുവാ? വരും മോലാളി, നിങ്ങളവിടെ ഇരിക്കി. പോയിട്ട് പണിയുണ്ട് പോയി. എവിടെ പോയാലും പരിപാടിനെ ഒഴിവാക്കൂല അല്ലേ? ഇത് വരുന്നുണ്ട്. തെറ്റല്ല, കണ്ടോ? ഓന്റെ പേരെന്നാ? അർജുൻ. ഓനെന്തെങ്കിലും പോളിസി എടുത്തിട്ടുണ്ടാ? പോളിസിയോ? ഞാൻ ഒരു LIC ഏജന്റാണ്. ഒരു പോളിസി എടുത്തൂടെ? കൊറേ നല്ല നല്ല പോളിസി ഉണ്ട്. പോളിസി ഒന്നും വേണ്ട ചേച്ചി, അല്ലെ തന്നെ ഒരുപാടുണ്ട്. ഒരു പോളിസി എടുക്കട കുട്ടാ. ചേച്ചി പോളിസി ഒന്നും വേണ്ട, നീ പോരെ. ഏതായാലും കല്യാണത്തിന് വന്നല്ലേ, നമുക്ക് 2 അടിച്ചാലോ? കിട്ടാൻ ചോദിച്ചു നോക്കാലോ. ഏട്ടാ, എന്താ എന്തും കിട്ടുവാ? പാളിപ്പോയി. സാധനം വേണോ? വേണം വേണം. 2 അടിക്കാം. വേണ്ട. അല്ലപ്പാ, നിങ്ങളെന്തിനാ നമ്മളെ തലേന്ന്? എന്താ ഇവിടുത്തെ കല്യാണ ചക്കൻ മിതു
എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. സംശയം ഓനെ വിളിക്കപ്പാ. അച്ഛാ ഇവന്മാര് ഉഡ്ഡായിപ്പ് ടീമാ, വെറുതെ വിടാൻ പാടില്ല. അച്ഛനാ? ആ അച്ഛൻ തന്നെ. മിഥുൻ എന്റെ ബ്രദറാണ്. എന്താ മിഥുനെ വിളിക്കേ? ഓൻ എന്നെ അറിയാം. എടാ മിഥുനെ ഒന്നിക്ക് വന്നേ. എന്താ നിനക്ക് ഇവരെ അറിയോ നോക്കിയേട്ടെ. ഓ ഇല്ല, അറിയില്ലല്ലോ. അയ്യോ എന്റെ ഫ്രണ്ട് മിഥുൻ ഇവനല്ല. നിങ്ങൾ ശരിക്കില്ല മിഥുനെ വിളിക്ക്. അതന്നെയാണ് എന്റെ മോൻ. രണ്ടെണ്ണം ഉടായിപ്പോയിട്ട് ഇറങ്ങിയതല്ലേ. അച്ഛാ വാമാ, ഇവന്മാരൊന്നും വെറുതെ വിടണ്ട കേട്ടാ. 2 എണ്ണം കൂടി കൊടുത്തിട്ട് വിട്ടാൽ. അയ്യോ ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. മുതലാളി മിഥു വിളിക്കുന്നുണ്ട്. എടുക്ക്. ഹലോ. അല്ലപ്പ നിങ്ങളിത് എവിടെയാന്ന്? നിങ്ങളെ കാത്ത് ഞാൻ അത്ര നേരെ നിക്കുന്നത്. ഇവിടെ എല്ലാം സെറ്റാണ്. നിങ്ങളൊന്ന് പെട്ടെന്ന് വരാൻ നോക്കിയേ. എടാ ഇനിന്ന് വരാൻ പറ്റൂല. നീ ഒരു ഹെൽപ്പ് ചെയ്യാ, ഒരു ആംബുലൻസ് വിടുവാ. ഞാൻ അങ്ങോട്ടേക്ക് ലൊക്കേഷൻ അയക്കാം. അളിയാ പറയാൻ മറന്നുപോയി. ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്.